കൊച്ചുനാളിലെ അടിച്ചേൽപ്പിച്ച് പ്രാർത്ഥിപ്പിച്ചു എന്നൊരു സങ്കടം റേനുവിന് കിടപ്പുണ്ട്. കുറച്ചധികം പള്ളിപ്പോക്കിൻ്റെ വിക്റ്റിമാണ്, അതിൻ്റെ ഒരു വിക്റ്റിമാണ്. റേനു അതിനകത്ത് ചിന്തിക്കേണ്ടതെന്നറിയാമോ? പള്ളിയിൽ പോയത് മാത്രമല്ല, ബാക്കി എല്ലാം ഇതുപോലായിരുന്നു. റേനുവിനെ കഴിപ്പിച്ചത് ഇതുപോലായിരുന്നു, കുളിപ്പിച്ചത് ഇതുപോലായിരുന്നു, സ്കൂളിൽ കൊണ്ടുപോയത് ഇതുപോലായിരുന്നു. എല്ലാം ഒരു ടോർച്ചറിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ കാലത്ത്. നമ്മളൊന്നും അത്ര താല്പര്യത്തോടെ ഒന്നും ആ കാലത്ത് ചെയ്തിട്ടില്ല. അതിലൊന്നു മാത്രമാണ് പ്രാർത്ഥന. മറ്റതൊക്കെ നമ്മൾ പിന്നീട് എൻജോയ് ചെയ്ത് തുടങ്ങിയപ്പോൾ അതൊന്നൊരു കുറ്റമല്ലാതെ മാറുകയും പ്രാർത്ഥന ഇപ്പോഴും അത്ര ഒരു എൻജോയ്മെൻറ്റ് ഫാക്ടർ അല്ലാത്തതുകൊണ്ട് അതിനെ നമ്മൾ കുറ്റമാക്കി വെച്ചെന്നേ ഉള്ളൂ. ഉദാഹരണത്തിന് ചെറുപ്പത്തിൽ വാക്സിനേഷൻ എടുത്തത് റേനുവിൻ്റെ അമ്മ ചോദിച്ചു, റേനു വേദന എടുക്കും, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, നീ പറ എന്ന് പറഞ്ഞ് തലയാട്ട് കിട്ടിയിട്ടാണോ ഇഞ്ചക്ഷൻ എടുത്തത്? അല്ല. എന്താ ചെയ്തത്? നല്ലതാണെന്ന് അറിയാവുന്നൊരു കാര്യം അമ്മ റേനുവിന് നൽകി. അതുപോലെയായിരുന്നു ഈ പ്രാർത്ഥനയും സ്പിരിച്വാലിറ്റിയൊക്കെ. അത് നിങ്ങൾ ശുദ്ധ മനസ്സോടെ ചെയ്തതാണ്. ഞാൻ അങ്ങനെ അതിനെ മനസ്സിലാക്കുന്നു. അവരറിഞ്ഞൊരു നല്ലതിനെ, ഒരു നേരിനെ അവരുടെ കുട്ടി നേരത്തെ അറിയണമെന്ന് ആഗ്രഹിച്ചു. അതാണ് ചെയ്തത്. പക്ഷെ അപ്പോഴും പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മേക്ക് ഷുവർ ദാറ്റ് യുവർ കിഡ്സ് ആർ എൻജോയിങ് ദിസ് പ്രയർ. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടോർച്ചറിങ് ആക്കി മാറ്റുന്നുണ്ട് പേരൻസ്. എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പേരൻസോട് സംസാരിക്കുമ്പോൾ പറയും, ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് പിള്ളേരെ വെറുപ്പിക്കരുത്. അങ്ങനെ ചെയ്താൽ ഒടുക്കം പിള്ളേർക്ക് ദൈവത്തോട് തന്നെ വെറുപ്പായി പോകും. അത് നിങ്ങളുടെ കീഴിൽ നിൽക്കുന്ന കാലത്ത് അവർ പ്രാർത്ഥിക്കും. കാരണം അവർ മൈനറാണ്, ഡിപ്പെൻഡൻ്റ് ആണ്. അവരുടെ തന്നെ കാലം നിൽക്കുന്ന ഒരു കാലം വരും. അന്ന് അവർ ആദ്യം തള്ളി പറയുന്നത് നിങ്ങൾ പഠിപ്പിച്ച ഈ പ്രാർത്ഥനകളും ഈ ദൈവത്തെ ആയിരിക്കും. അതിൻ്റെ മെയിൻ കാരണം ദൈവത്തോട് ഇഷ്ടക്കരുണ്ടായിട്ടല്ല. അവർക്ക് മനസ്സിലായി അമ്മയെ തോപ്പിക്കാൻ ഇതാണ് ഏറ്റവും നല്ല ആയുധം. എനിക്ക് ദൈവവിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ അമ്മയൊന്ന് പത്തി താഴ്ത്തു. അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മൾ ഓർക്കേണ്ടത് ഒരു ദിവസം വരും അവരുടെ ലൈഫിൽ, അന്ന് നമ്മൾ ഉണ്ടാകണമെന്ന് പോലും ഇല്ല, ഒന്നും ഹെൽപ്പ് ചെയ്യാത്തൊരു ദിവസം വരും. അവർ പഠിച്ചെടുത്ത വിദ്യാഭ്യാസവും അവർ നേടിയെടുത്ത സമ്പത്തും അവരുടെ സ്വാധീനവും സത്പേരും ഒന്നും തുണയ്ക്കെത്താത്തൊരു ദിവസം വരും. അന്ന് അപ്പനും അമ്മയും പോലും ഉണ്ടാകണമെന്നില്ല. അന്ന് അവരെങ്ങോട്ട് കണക്റ്റഡ് ആവും. അന്ന് ഫെയ്ത്ത് ചെറുപ്പത്തിൽ കിട്ടാത്ത കുഞ്ഞുങ്ങൾ സങ്കടപ്പെടും. എൻ്റെ അപ്പനും അമ്മയും എനിക്കെല്ലാം തന്നു, ദൈവത്തെ തന്നില്ലല്ലോ. അവനത് ചോദിക്കാൻ കാര്യം, അവൻ കാണുന്നുണ്ട് അപ്പുറത്തെ മുറിയിൽ അവൻ്റെ ഫ്രണ്ടുണ്ട്, അവനൊരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അവൻ ദൈവത്തിലേക്ക് കണക്റ്റഡ് ആവുകയും റിക്കവർ ആകുന്നത് കണ്ടു. ഇവൻ അങ്ങനെ ഒരു ഹോപ്പേ ഇല്ല, എങ്ങോട്ട് കണക്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കുഞ്ഞുനാളിലെ ഫെയ്ത്ത് ഫോർമേഷൻ എന്ന് പറയുന്നത് ചാർജിങ് സ്പോട്ട് എവിടെയാണെന്ന് കാണിച്ചു കൊടുത്താൽ മതി. സമയമാകുമ്പം അത് നിങ്ങൾ പോയി പ്ലഗ് ചെയ്യട്ടെ. അതിനുള്ള ഫോർമേഷൻ ഒന്നും അറിയാൻ മേലാതായി പോയാലോ, ചുമ്മാ ഇങ്ങനെ പരതി നിൽക്കത്തില്ലേ, അത് വരാതിരിക്കും. അത്രയും കൊടുക്കണം. അത് ഒഴിഞ്ഞു മാറരുത്. യെസ്, ഞാൻ അറിയാൻ ആഗ്രഹിച്ചൊരു കാര്യത്തിൻ്റെ ഉത്തരം ആണ് അച്ഛനിപ്പോൾ പറഞ്ഞത്. അതായത് ഞാനിപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ളത്. ഏത് റിലീജിയനിലാണെങ്കിലും സ്പിരിച്വാലിറ്റിയെയും ഇതിനെയും തിരിച്ചറിയാൻ വയ്യാതെ അതിൻ്റെ പല ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയാൻ വന്നൊരു കാര്യം, എന്തുകൊണ്ട് ഇവർക്ക് തിരിച്ചറിവായിട്ട് ഇവർ തന്നെ ഒരു മതം സ്വീകരിക്കട്ടെ എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ഞാൻ ആലോചിച്ചത്. അതായത് അവർ പള്ളിയിൽ പോകണം. LKG കൊണ്ട് കൊച്ചുങ്ങൾ ഇത്ര ഫീസ് കൊടുത്ത് ചേർക്കുന്നത് എന്തിനാ? 18 വയസ്സിന് സൗകര്യം ഉണ്ടെങ്കിൽ പഠിച്ചാൽ പോരെ. വൈകിപ്പോയി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിത് ചെറുപ്പം തൊട്ടേ കിട്ടട്ടെ, എന്നിട്ട് അവൻ ഇഷ്ടമുള്ള സ്ട്രീം അവൻ ഓപ്റ്റ് ചെയ്യട്ടെ. സമയമാകുമ്പോൾ ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കട്ടെ. അത്രേ റിലീജിയനും ചെയ്യുന്നുള്ളൂ. മതം മാത്രം കുറ്റക്കാരാകരുത്. ചെറുപ്പത്തിലെ നമ്മളോട് സിലബസ് എന്ത് കട്ടിയുള്ളതാണ്, ഇതിനെല്ലാം പഠിപ്പിക്കുന്നത്. അത് കഴിയുമ്പോൾ അവൻ മനസ്സിലാകും എന്താണ് അവന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുത്താൽ അവൻ ആവശ്യമുണ്ടെങ്കിൽ അവൻ എടുക്കട്ടെ.